ഫാമിലി ഹിസ്റ്ററി നമ്മുടെ മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ അതുമല്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾക്കോ ഇങ്ങനെ എന്തെങ്കിലും മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനുള്ള ചാൻസ് കൂടുതലാണ്. മറ്റേ കോട്ടയത്തെ പല സ്ഥലങ്ങളിലൊക്കെ വെള്ളം കയറിയപ്പോഴത്തേക്കിന് നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടായിരുന്നു ഇതുപോലെ ബാഗൊക്കെ എടുത്തുകൊണ്ട് ഒരുപാട് ആൾക്കാർ പോകുന്നത്. അത് സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. ഇത് സ്വന്തം ലൈഫ് കൈ പിടിച്ചോണ്ട് ഓടുകയാണോ അതൊരു മറ്റൊരുത്തൻ്റെ കൂടെ ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് മറ്റൊരുത്തനെ ഉപേക്ഷിച്ചിട്ട് ഓടുന്ന ഒരു ഓട്ടം ഉണ്ടല്ലോ, അവിടെ വെള്ളമൊന്നും ഇല്ലാത്തപ്പോഴത്തേന് ഈ രണ്ട് കവറും പിടിച്ച് ഇങ്ങനെ അങ്ങോട്ട് ഓടുന്ന ഓട്ടം കാണുമ്പോഴത്തേനുണ്ടല്ലോ അളിയാ, ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? അതിൻ്റെ കൂട്ടത്തിൽ ഏതെങ്കിലും രണ്ട് തെറിയും കൂടെ ചേർത്തിട്ട് വിളിക്കാനും പറയാനും ഒക്കെ തോന്നുന്നത്. ഇതിൻ്റെ പേരിൽ മേഘ എന്തൊക്കെ എക്സ്പ്ലനേഷനായിട്ട് നമുക്ക് മുന്നിലേക്ക് വന്നെന്ന് പറഞ്ഞാൽ പോലും അതിനൊന്നും ഒരു മനുഷ്യൻ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിൽക്കത്തില്ല. അതിന് കാരണം എന്താണെന്നറിയോ? നീ അവരുമായിട്ട് സം സീരിയസ് ഇഷ്യൂസ്, ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇടാനുള്ള കാരണം ഡിസ്കസ് ചെയ്യാനുള്ള കാരണം, സം സീരിയസ് ഇഷ്യൂസ് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. കെയർ സംതിങ് ലൈക്ക് എനിത്തിങ്. കെയർ എന്ന് പറയുമ്പോൾ അതിനകത്ത് പല കാര്യങ്ങളും വരില്ല, ഞാൻ എന്തെന്നൊന്നും ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നില്ല, അതൊന്നും നമ്മുടെ കാര്യമല്ല. അങ്ങനൊരു നിനക്കൊരു ബുദ്ധിമുട്ട് നിന്റെ ലൈഫിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നീ തൊട്ടടുത്ത ഡേ തന്നെ ഒരു പുതിയ മേച്ചിൽപ്പുറം തേടി പോവുകയല്ല ഫസ്റ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് നീ ചെയ്യേണ്ടത് സെപ്പറേഷൻ. അത് ഈ നാട്ടിൽ ലീഗലല്ലേ, നിനക്ക് ലീഗലായിട്ട് വഴിയുണ്ടല്ലോ. സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്ന നീയാണ് പിന്നെ ഒരാളുടെ കൂടെ പോകുന്നതെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ആരെങ്കിലും എടുത്ത് വെച്ച് ചർച്ച ചെയ്യുമോ? ആരെങ്കിലും ഒരാൾ നിന്നെ വിമർശിക്കുമോ? നീ ചെയ്തത് തന്തയില്ലായ്മയാണെന്ന് ആരെങ്കിലും പറയുമോ? എനിക്ക് ഈ വീഡിയോയിൽ പല കാര്യങ്ങളും പറയാനുണ്ട്. ഇപ്പം കൊണ്ടുപോയ ഒരാളുണ്ടല്ലോ, അനൂപ്, ബസ് കണ്ടക്ടറാന്ന് പറയുന്നുണ്ട്, ഡ്രൈവറാന്ന് പറയുന്നുണ്ട്. ഡ്രൈവറാണെന്നുണ്ടെങ്കിൽ വളയം പിടിക്കുന്ന കണ്ടായിരിക്കും, കണ്ടക്ടറാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കിണികിണി അടിക്കുന്ന കണ്ടിട്ടായിരിക്കും പോയിരിക്കുന്നത്. അവിടെ എവിടെയോ ഇത്രയും അധികം ഫെയിമിൽ നിൽക്കുന്ന, ഇത്രയും സാമ്പത്തികമായിട്ട് നിൽക്കുന്ന, ഇത്രയും ആരാധകരൊക്കെ ഉള്ള, സത്യം പറഞ്ഞ ഒരു സെലിബ്രിറ്റി ലെവലിൽ നിന്നും ഒരു നല്ലൊരു ലെവലിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കാട്ടിലും എന്തോ ഒരു ബിഗ് തിങ് ആ അനൂപ് എന്ന് പറയുന്ന ആളുടെ കയ്യിലുണ്ട്. ആ സത്യം പറഞ്ഞാൽ അകിലിരിക്കേണ്ട സ്ഥലമൊന്നും അളക്കേണ്ട സമയമായിട്ടുണ്ട്. എന്തുമായിരുന്നു കാര്യമെന്ന് ഞാൻ കേട്ടായിരുന്നു. കണ്ടന്റിൻ്റെ പുറകെയും സിനിമയുടെ പുറകെയും റീച്ചിൻ്റെ പുറകെയും ഓടി നടന്നപ്പോഴത്തേക്കിന് അവളെ കൃത്യമായിട്ട് എനിക്ക് കെയർ ചെയ്യാനും കാണാനായിട്ട് സാധിച്ചിട്ടില്ലാന്ന്. പക്ഷെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ കാണുന്ന, നിങ്ങളുടെ വീഡിയോസ് കാണുന്ന ഒരാൾക്ക് പോലും അങ്ങനത്തെ ഒരു കാര്യം കിട്ടിയിട്ടില്ല കേട്ടോ. അത് സത്യസന്ധമായ കാര്യം. അതാണ് റിയൽ ലൈഫ് വേറെ എന്നുള്ളതിൻ്റെ സത്യം എന്താണെന്ന് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലൂടെ നമുക്ക് മുന്നിലേക്ക് കാണിച്ച് ഞാൻ ആ ഒളിച്ചോട്ടത്തിൻ്റെ വിഷ്വൽ വെക്കും. അത് ഈ വീഡിയോയുടെ അവസാനം വെക്കത്തുള്ളൂ. ഓൾറെഡി നിങ്ങളത് കണ്ടു കാണുമായിരിക്കും. അത് കാണാൻ വേണ്ടി ഇവിടെ ഇരിക്കില്ല. പക്ഷേ ഇതിനകത്ത് സം സീരിയസ് ഇഷ്യൂ, ഒരു മെഡിക്കൽ കണ്ടീഷൻ, BPD, ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ. അതെന്താണ്? നമുക്ക് ആദ്യം ഒന്ന് കാണാം. ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു രോഗിക്ക് തീവ്രമായ വൈകാരിക അസ്ഥിരത, ഉപേക്ഷിക്കപ്പെടുമോ എന്ന ആഴത്തിലുള്ള ഭയം, അസ്ഥിരമായ ബന്ധങ്ങൾ എന്നിവ, അതായത് സ്ഥിരമല്ലാത്ത ബന്ധങ്ങൾ എന്നിവ. നമ്മൾ അറിഞ്ഞത് വെച്ച് മേഘ നായർ അല്ലെങ്കിൽ മേഘ അഖിൽ NRD എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ BPD ഉണ്ട്, ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ. അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ സിംറ്റംസ് ആണ് ഞാനിപ്പോൾ വായിച്ചത്. ആ ഡോക്ടർ വ്യക്തമായിട്ട് എന്താണ് സംഭവിച്ചെന്നുള്ളതും ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതും കൂടെ കാണണം. എന്നാലേ ഇതിൻ്റെ ഒരു ആഴക്കുറച്ചിലുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ എന്തൊക്കെ ആഴക്കുറച്ചിലുകൾ ഉണ്ടെന്ന് പറഞ്ഞാലും അതിനെ ഒരു പോയിന്റിൽ പോലും എന്നെ കൊണ്ട് ന്യായീകരിക്കാനായിട്ട് കഴിയത്തില്ല. സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ പ്രൊഫൈലിൽ ഞാൻ കയറിയപ്പോൾ കണ്ടത് 2 ദിവസം മുമ്പ് ഇട്ടിട്ടുള്ള വീഡിയോയാണ്. ഇവനുമായിട്ട് ഇവൻ്റെ വീട്ടിലുള്ള വീഡിയോ, ഒരു പ്രൊമോഷൻ, ബാക്കിൽ ഇവരുടെ ഫോട്ടോ ഒക്കെ ഇരിക്കുന്നു. 4 ദിവസം മുമ്പേ അഖിലിന്റെ പ്രൊഫൈലിനകത്ത് ഇവർ തമ്മിൽ അത്തപ്പൂ ഇടുന്നതും ആയിട്ട് ബന്ധപ്പെട്ടൊരു മെത്തേഡ് പ്രൊമോഷന്റെ വീഡിയോ. ഇങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് 4 ദിവസം ആയപ്പോഴാണോ ഈ ഒരു ബന്ധം ഇത്ര വൾഗറാണെന്ന് മനസ്സിലാവുന്നത്? അങ്ങനെ വൾഗറാണ് എന്ന് മനസ്സിലാവുന്ന ഒരു വ്യക്തി ആയിരുന്നു എന്നുണ്ടെങ്കിൽ ആദ്യം എടുക്കേണ്ട എന്താണ്? ഡിസ്റ്റൻസ്, കീപ് ഡിസ്റ്റൻസ്. അത് വാഹനങ്ങൾക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമില്ല. എന്തുവാ കീപ് ഡിസ്റ്റൻസ് വാഹനങ്ങളോട് പറയുന്നത്? വാഹനങ്ങൾ തമ്മിൽ മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കീപ് ഡിസ്റ്റൻസ് പറയുന്നത്. അപ്പം നിങ്ങൾ തമ്മിൽ മുട്ടി ഉരസാതിരിക്കാൻ വേണ്ടിയിട്ട്, ഇവരെ സംബന്ധിച്ച് മുട്ടി ഉരസാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായതെന്നാണ് നിലവിൽ എനിക്ക് അറിയാനായിട്ട് സാധിച്ചത്. പക്ഷേ സ്വഭാവങ്ങൾ തമ്മിലുള്ള മുട്ടി ഉരസലുകൾ ഉണ്ടായിരിക്കാനായിട്ട് നിങ്ങൾ എന്താ പറയണം? ഫസ്റ്റ് പ്രിക്കോഷൻ എന്ന രീതിയിൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക.
അതിൻ്റെ ഭാഗമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് മാറുക, വീട്ടിലോട്ട് മാറുക, എവിടെയും മാറുക. നിന്നെ കുറ്റം പറയാനായിട്ട് ആരും വരത്തില്ല, നിന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് 100-150 പേര് വീണ്ടും വരുമായിരുന്നു, കൺഫേം ആയിട്ട് വരുമായിരുന്നു. അല്ലാതെ അവരുമായിട്ട് കംപ്ലീറ്റ് വീഡിയോയും എടുത്ത് എല്ലാം ചെയ്ത് കാണുന്ന സോഷ്യൽ മീഡിയയിലെല്ലാം അവനെ വാതോരാതെ പുകഴ്ത്തിക്കൊണ്ട് അവൻ്റെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും നിന്നിട്ട് അടുത്ത ദിവസമായപ്പോഴത്തേക്കിനും നമ്മൾ ആ വീഡിയോയിൽ കാണുന്ന പോലെ കെട്ടും കിടക്കയെല്ലാം കൂടെ എടുത്ത് കഷത്തിനിടെ വെച്ചുകൊണ്ട് ആ ഓടുന്നൊരു ഓട്ടം ഉണ്ടല്ലോ, ആ ഓട്ടം ഒണ്ടര ഓട്ടം, ആ ഓട്ടത്തിൽ തന്നെ ഉണ്ട് കേട്ടോ എന്തുവാന്നുള്ളതും. അതുകൊണ്ട് സപ്പോർട്ടിങ് ഒന്നും നടക്കുന്ന കാര്യമല്ല. പക്ഷെ നീ ഇതിനൊരു എക്സ്പ്ലനേഷനുമായിട്ട് വരുമെന്ന് ഞാൻ അറിഞ്ഞു. വരട്ടെ, വേറെ ആരും പറയാനായിട്ട് വരുന്നില്ലായിരിക്കും അല്ലേ. ആ എക്സ്പ്ലനേഷനകത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെയോ തെളിവുകളും കാര്യങ്ങളൊക്കെ ആയിട്ടല്ലേ വരാൻ പോകുന്നത്. വരട്ടെ, നിനക്ക് ന്യായമുണ്ട്. അല്ല, ഒരിടത്തൊരു പ്രശ്നം പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ടല്ലോ. ആ കാരണം എന്താണെന്നുള്ളത് നീ വ്യക്തമാക്കും, സീരിയസ്ലി വ്യക്തമാക്കും. നിനക്ക് ജെനുവിനായിട്ടുള്ള വ്യക്തതയുണ്ട്, റീസൺസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അങ്ങനെ ഒരു റീസൺ ഇരിക്കുമ്പോഴും അവൻ്റെ മുന്നിൽ ചിരിച്ച് കാണിച്ച് നിന്നിട്ട് പെട്ടെന്നൊരു നിമിഷം ചാടി ഇറങ്ങി പോകുമ്പോഴത്തേന് ആ റീസണൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെ എനിക്ക് കാണാനായിട്ട് സാധിക്കും. അത് മേ ബി എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആയിരിക്കാം. എന്തായാലും ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ വ്യക്തമായിട്ട് കാണിക്കാം. ഞാനിപ്പോൾ ഈ രോഗാവസ്ഥയെക്കുറിച്ച് പറഞ്ഞല്ലോ, അത് BPD കുറിച്ച് പറയുമ്പോഴത്തേക്കിന് കുടുംബത്തിൽ നിന്നും ഇങ്ങനെ കണ്ടിട്ടുണ്ടോ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുടുംബത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അതൊരു വലിയ കാര്യമല്ലേ. അങ്ങനെ ഒരു കാരണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സിംറ്റംസ് വരാം. 1000 പേരിൽ ഒരാളൊക്കെ എടുത്ത് അവർക്കേ വരത്തുള്ളൂ. സുഭിഷം പോലെ ഈ പെൺകൊച്ചിനത് വന്നിട്ടുണ്ട്. ഇനി ഇവരുടെ ലൈഫിലായിട്ട് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അഖിൽ NRD ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വെറും പച്ചക്കള്ള. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടു, സോഷ്യൽ മീഡിയ വഴി തുടങ്ങിയ ഒരു ബന്ധമായിരുന്നു, മെസ്സേജ് അയച്ച് തുടങ്ങിയ ബന്ധമായിരുന്നു, ഞങ്ങൾ അടുത്തുള്ള ആൾക്കാരായിരുന്നു. പക്ഷെ എനിക്കറിയാൻ സാധിച്ചത് ഓർമ്മ വെച്ച പ്രായം മുതലേ ഉള്ളൊരു റിലേഷൻഷിപ്പ്, അതായത് ആ സമയത്തെ ആ പ്രണയമാണ് ഈ കല്യാണത്തിലേക്ക് വന്നെത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ പല ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഈ പെൺകുട്ടിയുടെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ്, 2 അച്ഛനുണ്ട് അല്ലേ. അതെ, അത് കുറ്റവും കുറവൊന്നുമല്ല, ഒരിക്കലും ഞാൻ അതിനെപ്പറ്റി കുറ്റം പറയുകയല്ല. പക്ഷെ അത് അങ്ങനെയുള്ള പല കാര്യങ്ങൾ എവിടെയോ ഈ പെണ്ണിൻ്റെ ട്രോമ അടിച്ചിട്ടുണ്ട്. 2, ഇവരിത് പലതും ഹൈഡ് ചെയ്ത് നടത്തിയിട്ടുണ്ട്. ഈ ഹൈഡ് ചെയ്തും ട്രോമ അടിച്ചതൊക്കെയാണ് ഇപ്പം നാട്ടുകാരെടുത്തോണ്ട് ചർച്ച ചെയ്യാനായിട്ടൊരു ഇട ഉണ്ടായത്. അല്ലെങ്കിൽ ഇവരായിട്ട് തന്നെ പല കാര്യങ്ങൾ ചിലപ്പോൾ ഇട ഉണ്ടാക്കിയെന്ന് എനിക്കൊരവസരത്തിൽ ഇത് പറയാനുള്ളൂ. അത് ഇവരുടെ കല്യാണത്തിൽ വ്യക്തമായിട്ട് പ്രതിഫലിച്ചിട്ടുണ്ട്. അതിനകത്ത് ചുമന്ന ഷർട്ടിട്ടവൻ അച്ചു, അതായത് സ്വന്തം അച്ഛൻ. വെള്ള ഷർട്ടിട്ടവൻ എന്തോ അച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത കണ്ണനോ പൊന്നോ ആരെങ്കിലും വിളിക്കാം, അതായത് 2ാം അച്ഛൻ. തൊട്ടപ്പുറത്ത് നിൽക്കുന്നതാണ് അമ്മ. ഓക്കെ, ഇതൊക്കെ വലിയ അതായത് 3 പേരാണ് പിടിച്ച് കയ്യിൽ കയറ്റുന്നത്. ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എടുത്തിട്ട് സംസാരിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, ഇല്ലാന്നൊന്നും പറയുന്നില്ല, അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എന്തൊക്കെയോ എവിടൊക്കെയോ ഇവർ ഹൈഡ് ചെയ്ത് വെച്ച പല കാര്യങ്ങളുമാണ് ഇപ്പം പുറത്തേക്ക് വന്നത്. അപ്പം എത്രത്തോളം ഇതൊക്കെ മുറുക്കി പിടിച്ചെന്ന് പറഞ്ഞാൽ ഇതൊന്നും നടക്കുന്ന കാര്യമൊന്നുമില്ല, നമ്മളെ കൊണ്ട് ഹൈഡ് ചെയ്യാൻ വെക്കുന്ന ഒരു കാര്യമൊന്നുമില്ല. കാരണം ഇവരുടെ എവിടേക്കോ ഞാൻ കണ്ട് ഈ ഇനി X or Y എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരാൾ വീട്ടിലിരിക്കുന്നു, അപ്പോൾ വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ താഴോട്ട് കട്ടിനിടയിലോട്ട് പേനയിട്ട് നോക്കുന്നു, അപ്പോൾ താഴെ നിന്ന് ഒരാൾ പേന എടുത്തുകൊണ്ട് സാർ ഇതാണ് സാറിൻ്റെ പേന എന്നൊക്കെ ചോദിക്കുന്നു എന്നൊക്കെ പറയുന്നു. എന്തുവാണോ ഇനി പേന കച്ചവടം ചെയ്യാനായിട്ട് വന്നതായിരിക്കുന്നില്ലേ, അതോ ഇനി എന്തുവാണെന്ന് എനിക്ക് അത്ര വ്യക്തമായിട്ട് ധാരണയില്ല. എന്തായാലും നമ്മൾ ഈ പറഞ്ഞ BPDയുടെ ഒരു സിംറ്റം, ആ സിംറ്റത്തിൻ്റെ ഒരു റിയൽ ഫേസ് ആ ഒരു സൈഡിൽ ഉണ്ടായിരുന്നു കേട്ടോ, ഉണ്ടായിരുന്നു. ആ ഉള്ളൊരു സാധനമാണ് ഞാനവിടെ കാണിച്ചത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് അഖിലിനെ സംബന്ധിച്ച് അഖിൽ പുറത്ത് നടന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം അഖിലിൻ്റെ വൈഫ് അടിപൊളിയാണോ, ആ വൈഫാണ് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നത്, കംപ്ലീറ്റ്ലി സിനിമയ്ക്ക് വേണ്ടി എൻ്റെ കൂടെ നിൽക്കാനായിട്ട് പറഞ്ഞതും അഖിലാണ്, എല്ലാ കാര്യവും അഖിൽ തന്നെയാണെന്നാണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലെല്ലാം അഖിൽ വ്യക്തമായിട്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഓപ്പണായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. ആ പെൺകുട്ടി പറഞ്ഞതിനകത്ത് അഖിലിന് മൾട്ടിപ്പിൾ റിലേഷൻ ഉണ്ട്, മറ്റ് സ്ത്രീകളുമായിട്ടും ബന്ധങ്ങളും കാര്യങ്ങളും ഉണ്ടെന്നൊക്കെ പറയുന്നു. അത് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഈ പറഞ്ഞ കാര്യത്തിൽ എത്രത്തോളം സത്യസന്ധത ഉണ്ടെന്നുള്ളത് തെളിവ് സഹിതം എടുത്തു എന്ന് കൊണ്ടുവരാതെ നമുക്കൊന്ന് വിശ്വസിക്കാനായിട്ട് കഴിയാൻ പറ്റുന്നൊരു കാര്യമല്ല. കാരണം സോഷ്യൽ മീഡിയ നിൽക്കുന്ന സമയത്ത് ഇഷ്ടം പോലെ മെസ്സേജസ് വരും.
കൺഫേം ആയിട്ടുള്ള കാര്യമാണ്. അതിലെന്തെങ്കിലും തെളിവുകൾ മെസ്സേജ് വരുന്നതിനല്ല, തിരിച്ചങ്ങോട്ട് ഉള്ള റിലേഷൻ കീപ്പ് ചെയ്യുന്നതിനുള്ള തെളിവുകളും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പറയുന്നതിന് ഒരർത്ഥം കാണും. ഇനി ഇവരുടെ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ടും ഇവൻ ഈ മേഘ എങ്ങനെയാണ് കണ്ടതെന്നും ഇവരെങ്ങനെ റിലേഷൻഷിപ്പിൽ വന്നതെന്നും എന്ന് തുടങ്ങിയ ഒരു കാര്യത്തിനെ കുറിച്ചൊരു ബുൾഷിറ്റ് നുണയടിച്ചു വിടുന്നുണ്ട്. അതൊന്ന് കാണാം, എന്നിട്ട് ബാക്കി ഡോക്ടർക്ക് പറയാനുള്ളത്. ലവ് മാരേജ് ആണോ? ലവ് മാരേജ്. എങ്ങനെയാണ് ഇത്ര ഷൈ ആയിട്ടുള്ളത്? എനിക്കത് അറിയായിരുന്നു. ചാറ്റ് ചെയ്യുന്നതിന് ഷൈ വേണ്ടല്ലോ. അവിടെ ഒരു മടി ഉണ്ടായില്ല. എവിടെ വെച്ചാ മേഘനെ കണ്ടേ? അത് എന്റെ വീടിനടുത്ത് തന്നെയാണ് വീട്. ഞങ്ങള് അത് ഈ പറഞ്ഞ ഞങ്ങൾ മിണ്ടുന്നതിന് മുമ്പ് ഞാൻ അങ്ങനെ അവളെ കണ്ടിട്ടില്ല. എനിക്ക് അവർ അച്ഛനെ കണ്ടുണ്ട്. അച്ഛനെ എനിക്കറിയാം. അപ്പൊ മിണ്ടിയതിന് ശേഷമാണ് അറിയുന്നത് ഇന്ന ആളുടെ. അല്ല, മിണ്ടണെങ്കിൽ ആദ്യം എവിടെയാ കണ്ടേ? സോഷ്യൽ മീഡിയയില്. ഓ, സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ട് ചാറ്റിംഗ് തുടങ്ങി. ചാറ്റ് ചെയ്തു. ഓക്കെ. പിന്നെ ഫോൺ വിളിച്ചു. അങ്ങനെ കുറച്ചുകൂടെ അടുത്തു. പിന്നെ വിചാരിച്ചു ഒരുപോലെ പോവാം. അങ്ങനെ വീട്ടിൽ പറഞ്ഞു. ആദ്യം കുറച്ച് ഇതൊക്കെ ഉണ്ടായത്, പക്ഷെ നല്ലത് പിന്നെ അവർക്ക് മനസ്സിലായി സംഭവം ഉണ്ടത്. അപ്പൊ രണ്ട് വീട്ടുകാർക്ക് ഓക്കെ ആയി. പിന്നെ അവർ സംസാരിച്ചു. അങ്ങനെ അവസാനം ഒരു കല്യാണത്തിൽ എത്തിച്ചു. മേഘയുടെ ക്യാരക്ടർ എങ്ങനെയാ? ഇതേപോലെ എത്ര ഇൻട്രോവേർട്ട് ആണോ? അവളും കുറച്ച് ഇൻട്രോവേർട്ടാണ്. അവർ ഈ പറഞ്ഞോട്ട് ഫിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കുറെ കൂടെ ധൈര്യശാലിയാ. ഈ പറഞ്ഞ ഗേൾസ് കുറച്ചുകൂടെ സ്മാർട്ടാണ്. അതെ, വെറും സ്മാർട്ടല്ല, ഇപ്രാവശ്യം കാണിച്ചിരിക്കുന്നത് ഓവർ സ്മാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയും കേട്ട സ്ഥിതിക്ക് ഇനി ആ ഒളിച്ചോട്ടത്തിലേക്ക് നിങ്ങളൊന്ന് പോയി കഴിഞ്ഞാൽ ആ വിഷ്വൽസ് ഒന്നുകൂടെ നിങ്ങളൊന്ന് കണ്ടു കഴിഞ്ഞാലോ, ആ കാണിക്കുന്ന പരിപാടി, ഈ ആളെ കണ്ടുമുട്ടിയത് എങ്ങനെയാണ് എന്ന് നമുക്കൊരു പുകപടലം വെച്ച് അറിഞ്ഞത് ഇവൻ ഈ പെണ്ണിനെ പഠിപ്പിക്കാൻ എങ്ങാണ്ട് വിട്ടിട്ടുണ്ടായിരുന്നു, ഡിഗ്രിയോ വോട്ടവർ ഏതോ ഒരു കോഴ്സ് പഠിപ്പിക്കാനായിട്ട്. അപ്പം ബസ്സിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പം 10 രൂപ ടിക്കറ്റ് ഞുള്ളിക്കൊടുത്ത അണ്ണനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അണ്ണൻ ടിക്കറ്റ് ഞുള്ളി അവളെ ഞുള്ളി, രണ്ടാമത് ഇവൻ്റെ കുടുംബത്തിൽ കയറി ഞുള്ളി. ഇപ്പം അവനെ കൊണ്ട് പോവുകയും ചെയ്തു. അതായിരുന്നു റിയാലിറ്റി, നടന്ന സംഭവങ്ങൾ. പണ്ടത്തെ കാലത്ത് അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ പെണ്ണ് കിട്ടാനായിരുന്നു പാടെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പം എന്തോന്നറിയോ, പെണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ ആ പെണ്ണിനെ സംരക്ഷിക്കണം, പെണ്ണ് പോകാതിരിക്കാൻ എങ്ങനെ എന്തെങ്കിലും വഴി ഒപ്പിക്കണം. അതല്ലാതൊന്നും എനിക്കിപ്പോൾ കാണാൻ സാധിക്കുന്നില്ല കേട്ടോ. എല്ലാം മായ. മറ്റേ മായ പെണ്ണെന്നും അല്ല പറഞ്ഞു, എല്ലാം മായ, മഹാമായ അമ്മേ മഹാദേവി, അത്രേ ഉള്ളൂ. അങ്ങനത്തെ ഒരു ഐതിഹ്യത്തിൽ മാത്രം നിങ്ങൾ കണ്ടാൽ മതി കേട്ടോ. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ഡോക്ടർക്ക് പറയാനുള്ളത് കേൾക്കാം. അതായത് ബി പി ഡി ആയിട്ട് ബന്ധപ്പെട്ടു വ്യക്തമായിട്ടുള്ള കാര്യം. അപ്പം ഈ പെണ്ണ് പോയതിനകത്ത് ഒക്കെ ഒരു ധാരണ കാണുമല്ലോ, എന്താണ് ഒരു റീസണായിട്ടൊരു കാര്യം കാണുമല്ലോ. അപ്പം അതിനെ എന്താ പറയുന്നത്, അതിനെ ഇച്ചിരി കൂടെ യോജിപ്പിക്കുന്ന രീതിയിലുള്ള ഡോക്ടർക്ക് പറയാനുള്ള കാര്യം. പക്ഷേ എനിക്കത് എത്രയൊക്കെ ഡോക്ടർ ഇതിനകത്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും, അതിൻ്റെ രോഗാവസ്ഥ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും, അതെന്താണെന്ന് പറഞ്ഞാൽ പോലും കൺവിൻസ് ആവത്തില്ല. പക്ഷെ അതെല്ലാം താൽക്കാലികമാണ്, സ്ഥിരമല്ല. കാരണം ഞാൻ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ രോഗത്തെക്കുറിച്ച് തന്നെ പറയുന്നുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സ്വയബോധം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണെന്നും ഇതിൻ്റെ ഈ ആവേശം പകുതിയോടെ നിൽക്കുമെന്നും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുമെന്നും പ്രധാന ലക്ഷണങ്ങൾ പെട്ടെന്നുള്ള മാനസികാവസ്ഥ മാറ്റങ്ങൾ, ആവേശകരമായ പ്രവർത്തനങ്ങൾ. ആ പ്രവർത്തനങ്ങളാണ് ചിലപ്പോൾ ഈ ഉടനടിയെ എടുത്ത ഈ ഒരു തീരുമാനത്തിലേക്ക് നയിക്കാനിടയുണ്ടായ സാഹചര്യം. എന്തായാലും ഞാനായിട്ട് ഇത് മാത്രം പറയുന്നില്ല, ബാക്കി ഡോക്ടറും കൂടെ കണ്ട് കേട്ട് പറഞ്ഞ് ഇതിനിടയിലേക്ക് നമുക്ക് ആ ടോപ്പിക്ക് വ്യക്തമായിട്ട് തന്നെ കൊണ്ടുവരാം. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ. എന്താണ് പേഴ്സണാലിറ്റി ഡിസോർഡർ? നമ്മൾ വ്യക്തിത്വ വൈകല്യങ്ങളെയാണ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. അത് പലതരത്തിലുണ്ട്. അതിലൊന്നാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ BPD. നമ്മുടെ ഇമോഷനെ നിയന്ത്രിക്കാനാവാതെ ഇമോഷണൽ സ്റ്റെബിലിറ്റി അഥവാ സ്ഥിരത നഷ്ടപ്പെടുന്ന അവസ്ഥയാണിത്. ഈ സ്ഥിരത നഷ്ടപ്പെടുന്ന അവസ്ഥ നമ്മുടെ സ്വഭാവത്തെയും മൂഡിനെയും പെരുമാറ്റത്തിനെയും ഒക്കെ ബാധിക്കുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. പഠനങ്ങൾ പറയുന്നത് 100-ൽ ഒരാൾക്ക് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ പുരുഷന്മാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്ത്രീകളിലാണ് BPD കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ ഇപ്പോഴും അവ്യക്തമാണ്. ഫാമിലി ഹിസ്റ്ററി, നമ്മുടെ മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ അതുമല്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾക്കോ ഇങ്ങനെ എന്തെങ്കിലും മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനുള്ള ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നമ്മുടെ തലച്ചോറിലെ ഇമ്പൾസ് അഥവാ മൂഡ്, ഇതിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഭാഗത്തിന് എന്തെങ്കിലും തകരാറ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവാം. അതേപോലെ തന്നെ നമ്മുടെ സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് എന്തെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ, അതേപോലെ ചെറുപ്പത്തിൽ എന്തെങ്കിലും ട്രോമാസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതേപോലെ തന്നെ എന്തെങ്കിലും പീഡനങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ ഈ BPD ഉണ്ടാവാനുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ്. ഇപ്പോൾ BPD ഉള്ള ആൾക്കാരിൽ കടുത്ത സങ്കടം, വിഷാദം
അതുപോലെ ആങ്സൈറ്റി, ദേഷ്യം, ഇതൊക്കെ കൂടുതലായിട്ട് കാണപ്പെടും. അത് ചിലപ്പം കുറച്ച് മണിക്കൂറോ അത് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളോ ഒക്കെ നീണ്ടു നിൽക്കാറുണ്ട്. മാത്രമല്ല അവർക്കൊരു പ്രത്യേക ഒരു കാര്യം കൂടെ ഉണ്ട് എന്ന് വെച്ചാൽ ഒരു മണിക്കൂറിനകത്ത് തന്നെ അവർ പലതരത്തിലുള്ള ഇമോഷൻസ് പ്രകടിപ്പിക്കും. ചിലപ്പോൾ കുറച്ച് സമയം ഭയങ്കര സങ്കടമായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഈ പറഞ്ഞ സിംറ്റംസും കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്ന് ഈ ചർച്ച ചെയ്ത അല്ലെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തതിനകത്ത് പ്രോപ്പറായിട്ടുണ്ട്. കാരണം ഞാൻ വ്യക്തമായിട്ട് എൻ്റെ കഴിഞ്ഞ വീഡിയോ ക്ലോസ് ചെയ്തതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പണവും കാര്യങ്ങളും ഒന്നും കണ്ടിട്ട് പോയല്ല, എന്തോ ഒരു ബിഗ് തിങ് അതവിടെ മിസ്സിങ് ആയിരുന്നു. ആ മിസ്സിങ് ഉള്ളൊരു സാധനം ഇവിടെ ടിക്കറ്റ് പറ്റിയ അനൂപിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതിൽ പെട്ടെന്നെടുത്ത തീരുമാനത്തിൽ അട്രാക്റ്റഡ് ആയിട്ട് ഓടിപ്പോയതാ. ആ കണ്ട ആകർഷണത്തിൽ മാത്രം പോയതാ. മഷ്റൂം ഇട്ട ഒരു കുഞ്ഞിനെ പോലെ ഇങ്ങനെ നോക്കി നിന്നു, ആ കളർഫുൾ കണ്ടു, കണ്ണിൽ പിടിച്ചു, ചെന്നു. ട്രിപ്പ് ഇറങ്ങുമ്പം കണ്ണ് മാറുമോ അതോ കളറ് മാറുമോ എനിക്കറിയത്തില്ല. ഈ പറഞ്ഞ ഇത്രയും കാര്യം വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. സന്തോഷമായിരിക്കും. ഇങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങൾ അവരുടെ അടുത്ത് നിന്ന് ഉണ്ടാവാറുണ്ട്. BPD ഉള്ള ആൾക്കാർക്ക് മൂഡ് സ്വിങ്സ് വല്ലാണ്ട് ഉണ്ടാവും. അതേപോലെ തന്നെ അവരുടെ വാല്യൂസും താല്പര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമുക്കറിയാം ചില കുട്ടികളുണ്ടാവും പഠിക്കണം എന്ന് ഭയങ്കര താല്പര്യമായിരിക്കും. നമ്മൾ അതിനൊക്കെ കൊണ്ട് ചേർത്ത് കഴിഞ്ഞാൽ അത് പിന്നെ കൊണ്ട് പറ്റൂല. അതേപോലെ ഈ ക്രിയേറ്റീവായിട്ട് ഇപ്പോൾ തുന്നലോ കാര്യങ്ങളോ അല്ലെങ്കിൽ പെയിൻറ്റിങ്ങോ ഒക്കെ ഇതിനൊക്കെ കംപ്ലീറ്റ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെക്കും. എനിക്കത് ചെയ്യണം എന്ന് പറഞ്ഞ് വീട്ടുകാരുടെ അടുത്ത് വാശി പിടിച്ച് ഒക്കെ ചെയ്ത് വെച്ചിട്ട് പിന്നീട് അത് കണ്ടിന്യൂ ചെയ്യാതെ അതൊക്കെ അവിടെ ഇടുക. അപ്പോൾ എന്തുകൊണ്ടിട്ട് എനിക്കിപ്പോൾ താല്പര്യമില്ല എന്ന് പറയും. അതേപോലെ തന്നെ വേറൊരു കാര്യമാണ് ഇതൊക്കെ ഈ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡറിനകത്ത് വരുന്നൊരു കാര്യമായിരുന്നില്ലേ? അത് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ അതിനകത്ത് വരുന്ന കാര്യമായിരുന്നില്ലേ? ഞാൻ വിചാരിച്ചു ഇതിനെല്ലാം മടിയായിട്ട് കൂട്ടിരുന്നിട്ട്. എനിക്കും അപ്പോൾ ഇടയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഡോക്ടർ പറഞ്ഞപ്പോഴത്തേക്കിന് ഞാനും അപ്പോൾ 1000-ൽ-1 ദൈവമേ. 2 എക്സ്ട്രീമായിട്ടായിരിക്കും കാര്യങ്ങൾ കാണുക. നമ്മൾ പറയുമല്ലോ ഒന്നുകിൽ ആശാൻ്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരീൻ്റെ പുറത്ത്. അതേ പറഞ്ഞ പോലെ ഒന്നുകിൽ നല്ലതാണെങ്കിൽ ഭയങ്കര നല്ലതായിരിക്കും, ചീത്തതാണെങ്കിലോ ഭയങ്കര ചീത്തതായിരിക്കും. ഈ നല്ലതുള്ള സമയത്ത് മറ്റുള്ളവരുടെ ഭാഗത്ത് എന്തെങ്കിലും ചീത്തതുണ്ടോ എന്നുള്ളത് തിരിച്ചറിയാൻ പോലും അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല ഒരാളുമായിട്ടുള്ള ബന്ധം അവർക്ക് ഭയങ്കര പാടാണ്. ഒരാളെ വിശ്വസിച്ച് കഴിഞ്ഞാൽ അയാളെ എക്സ്ട്രീമായിട്ട് വിശ്വസിക്കും. അയാളുടെ അടുത്ത് തെറ്റുണ്ടോ കാര്യമുണ്ടോ എന്നൊന്നും അവർ ചിന്തിക്കില്ല. ഇപ്പോൾ ഒരാളെക്കുറിച്ച് മോശമായിട്ടാണെന്നുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും അയാൾ മോശം തന്നെ ആയിരിക്കും. അയാളെക്കുറിച്ച് നല്ലത് എന്ത് ആര് പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല, അവർക്ക് അയാളെക്കുറിച്ച് മോശമായിട്ടുള്ള കാര്യങ്ങളെ ഓർമ്മയിലുണ്ടാവുള്ളൂ. ഈ ഒരു ബുദ്ധിമുട്ട് കാരണം അവരുടെ ബന്ധങ്ങളെ ഇത് വല്ലാണ്ട് ബാധിക്കാറുണ്ട്. അവർ പെട്ടെന്ന് ഒരാളായിട്ട് ബന്ധങ്ങൾ ഉണ്ടാക്കാൻ അവർക്ക് ഭയങ്കര എളുപ്പമാണ്. പക്ഷേ ആ ബന്ധങ്ങൾ ഒരുപാട് കാലം നിലനിൽക്കൊന്നുമില്ല. അവർ ഉപേക്ഷിക്കുമോ എന്നുള്ള പേടിയിൽ അവർ പൊതുവെ ആ ബന്ധങ്ങളൊക്കെ ഒഴിവാക്കും. അതിപ്പോൾ പ്രണയബന്ധമാണെങ്കിലും അങ്ങനെ തന്നെ. ചില ആൾക്കാർക്ക് ചില കുട്ടികളുടെ കാര്യമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരാളായിട്ടുള്ള റിലേഷൻഷിപ്പ് പല ആളുകളായിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അതേപോലത്തെ ഇപ്പോൾ കല്യാണം കേട്ടല്ലോ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ കേട്ടല്ലോ. അപ്പോൾ പോയതിന് പല കാരണങ്ങൾ സ്വയമേ ഉള്ള ഒരു പ്രശ്നം തന്നെയാണോ അതോ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണോ പോയത്? എന്തായാലും ഇതിനൊരു എക്സ്പ്ലനേഷനായിട്ട് വരുമെന്ന് എനിക്കറിയാം. അത് വരണം. എന്നാൽ സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ ഇല്ലാത്തത് കൊണ്ട് പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുമെന്നും അതുവഴി ഈ ഫസ്റ്റ് വീഡിയോ ഈ എക്സ്പ്ലനേഷൻ ഇടുമെന്നും അതിലൂടെ നല്ലൊരു ഹൈപ്പ് റീച്ച് അതിനകത്ത് ഉണ്ടാക്കുമെന്നും അവിടുന്ന് തന്നെ അടുത്തൊരു വരുമാന മാർഗവും ജീവിത മാർഗവും ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ക്രിയേറ്റർ എന്ന രീതിയിൽ സ്റ്റാർട്ടപ്പ് ചെയ്യുമെന്നുള്ളൊരു കാര്യത്തിൽ യാതൊരുവിധ ഡൗട്ടും ഇല്ല. അത് തന്നെ ഇവിടെ അടിക്കാനായിട്ട് പോകുന്നത്. കാരണം ഇവിടെ ഇപ്പം തെറ്റ് ചെയ്യുന്നതിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആൾക്കാരുണ്ട്, ഇല്ലെന്നല്ല, ഉണ്ട്. അതിപ്പം മറ്റേ അർജുൻ ആയങ്കിയുടെ കാര്യത്തിലാണെങ്കിലും നടന്ന കാര്യം അതൊക്കെ തന്നെ, മരണനീഷിൻ്റെ കാര്യത്തിലാണെങ്കിലും നടന്നതൊക്കെ തന്നെ അത് തന്നെയായിരിക്കും ഇവിടെ ആവർത്തിക്കാനായിട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ 123-124K ഫോളോവേഴ്സ്, അതായത് 1,23,000 ഫോളോവേഴ്സ് ഉള്ള ഒരാളായിരുന്നു ഈ മേഘ അഖിൽ NRD. ഇപ്പം മേഘ നായരിലേക്ക് മാറിയപ്പോഴത്തേക്കിനും എനിക്ക് തോന്നുന്നു ഇപ്പം 150K, ഏകദേശം 1,50,000 ഫോളോവേഴ്സ് അവിടെ കയറി. അതാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞതിന് ശേഷം ഈ ഭർത്താക്കന്മാരൊക്കെ ഇതേപോലെ ഫോൺ ചെയ്തിട്ടും ഇങ്ങനെ കുറേ ചാറ്റിങ്ങും കാര്യമൊക്കെ ആയിട്ട് കൊണ്ടുവരുമ്പോൾ അപ്പോഴും പറയുന്ന കാര്യമാണ് അവർക്ക് ഒരാളായിട്ടല്ല ഒരുപാട് ആൾക്കാരായിട്ട് ഇങ്ങനെ പ്രണയം റിലേഷൻഷിപ്പ് ഉണ്ടെന്ന്. അതിപ്പോൾ വീട്ടുകാരും നാട്ടുകാരൊക്കെ കൂടെ ചർച്ച ചെയ്ത് അവസാനം അവർ ഇനി അങ്ങനെ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഈ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ടാവും. പക്ഷേ എന്നാലും ഇതിൻ്റെ ഭവിഷ്യത്തൊക്കെ അറിഞ്ഞാൽ കൂടെ അവർ വീണ്ടും അടുത്ത റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പം എല്ലാവരെ സംബന്ധിച്ചും അവർ ഭയങ്കര ചീത്ത ആൾക്കാരാണെന്നുള്ള കാഴ്ചപ്പാടാണ്. പക്ഷേ ഇത് അവരുടെ ഈ ഒരു സ്വഭാവ വൈകല്യം കൊണ്ട് വരുന്ന ഒരു കാര്യമാണ്. ഇപ്പം BPD-യിലുള്ള ആൾക്കാർ ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ അവർക്ക് എന്താ മേടിക്കേണ്ടതെന്ന് അറിയില്ല. അവർ പീടിയെ കയറി കഴിഞ്ഞാൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ വാങ്ങിച്ചു കൂട്ടുക. അതുപോലെ അവരുടെ കയ്യിലുള്ള പൈസ അതിന് തികയോ എന്നുള്ളത് അറിയില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ കൂടെയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക്
അവരുടെ അടുത്ത് പൈസ ഉണ്ടാവോ, അല്ലെങ്കിൽ ഇത് ഇത്ര ആവശ്യമുള്ള കാര്യമാണോ എന്ന് പോലും അറിയില്ല. ഇപ്പോൾ ഒരു കടയിൽ കയറി ഒരു ഡ്രസ്സ് കണ്ടു, അത് വാങ്ങിച്ചു, അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അടുത്ത കടയിൽ ഒരു ഡ്രസ്സ് കൂടെ കണ്ടു കഴിഞ്ഞാൽ അതിന് ഡിമാൻഡ് ചെയ്യുക, എന്നിട്ട് അതുകൊണ്ട് കുടുംബം എവിടേക്കോ ഇവർ ചെയ്യുന്ന റീൽസുമായിട്ട് പരമമായിട്ട് സത്യങ്ങളും ബന്ധങ്ങളും ഉള്ള പല കാര്യങ്ങളുമായിരിക്കും ഞാൻ ഈ കേട്ടോണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട്, ഇവരെന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് അഖിലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കാണാനായിട്ട് സാധിക്കുമല്ലോ. ഞാൻ ഇവരുടെ വീഡിയോസ് കാണാറുണ്ട്. നിരന്തരം ലൈക്ക് ചെയ്യുന്ന ഒരു ഏക വ്യക്തി ഒരാൾ ഞാനും കൂടെ ആയിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഇതൊക്കെ കേൾക്കപ്പെടുത്തേക്കിൽ എനിക്ക് എവിടേക്കോ ഇവർ ചെയ്തിട്ടുള്ള കോണ്ടന്റുകളും കാര്യങ്ങൾ ഭയങ്കരമായിട്ട് സിമിലാരിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, സീരിയസ്ലി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ പറഞ്ഞല്ലേ പറ്റൂ, ബാക്കിയും കൂടെ കണ്ടുവരാം. കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക, ഇതൊക്കെ വളരെ സാധാരണമാണ് ഇവരുടെ ഇടയിലുള്ളത്. സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളത് ഇവരുടെ ഒരു പ്രത്യേകതയാണ്. മാത്രമല്ല അവരതിൻ്റെ വരും വരായികകളെ കുറിച്ച് ചിന്തിക്കൂല. അതുപോലെ ഇപ്പോൾ നമ്മളൊരു BPD ഉള്ള ആളെ നമ്മൾ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അവർ ഇടയ്ക്ക് അവരുടെ ഹെയർ സ്റ്റൈല്, ഡ്രസ്സിങ് സ്റ്റൈല്, അവരുടെ ലുക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവർ മാറ്റിക്കൊണ്ടിരിക്കും. അവർക്കൊരു ഐഡൻറ്റിറ്റി ബുദ്ധിമുട്ട് അവർക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യമാണ് അവർ ലഹരികൾക്ക് അടിമപ്പെടാനുള്ള സാധ്യത. എന്ന് വെച്ചാൽ മദ്യമായാലും ഡ്രഗ്സ് ആയാലും അതുപോലെ സ്മോക്കിങ്, അതല്ല ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിലൊക്കെ അവർ അടിമപ്പെടാനുള്ള ചാൻസസ് കൂടുതലാണ്. BPD ഉള്ള ആൾക്കാർക്ക് സെൽഫ് ഹാം കൂടുതലായിരിക്കും. എന്ന് വെച്ചാൽ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ, BPD ഉള്ള ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവർ കൈയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇങ്ങനെ വരയൊക്കെ ഇട്ടിട്ടുണ്ടാവും. അതേപോലെ പിച്ചി എടുത്തിട്ട് അവിടെയൊക്കെ മുറിൻ്റെ പാട് നന്നായിട്ടുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ അത് ബ്ലേഡ് കൊണ്ടോ അല്ലെങ്കിൽ സൂചി കൊണ്ടോ ഒക്കെ ഇങ്ങനെ വരയിടും. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അവർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വേദനിക്കുമ്പോൾ ഒരു സുഖമുണ്ട് എന്നുള്ള രീതിയിൽ അവർ പറയും. അതേപോലെ ആത്മഹത്യ ചെയ്യാനുള്ള പ്രവണത അവരിൽ കൂടുതലാണ്. മാത്രമല്ല ആത്മഹത്യ ഭീഷണിയും കൂടെ ഉണ്ടാവും അവരുടെ സൈഡിൽ നിന്നുള്ളത്. അവരൊറ്റക്കാണ്, അവർക്ക് ആരുമില്ല എന്നുള്ള തോന്നൽ ഭയങ്കരമായിട്ടുണ്ടാവും. കൂടെ എല്ലാവരും ഉണ്ടെങ്കിൽ കൂടെ ഇപ്പോൾ ഫാമിലി ഉണ്ടാവും, ഫ്രണ്ട്സ് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ അവരെ സംബന്ധിച്ച് അവരുടെ ഉള്ളിൽ അവർക്ക് ആരുമില്ല എന്നുള്ള തോന്നലായിരിക്കും. അതേപോലെ വിശ്വാസം അവർക്ക് അത്ര ഉണ്ടാവില്ല. നമ്മളൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മുടെ ജീവിതമൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മറ്റുള്ളവരെ വിശ്വസിച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇവരെ സംബന്ധിച്ച് മറ്റുള്ളവർ വിശ്വസിക്കാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവരാലോചിക്കുക ഇവർക്ക് ആ കാര്യം കൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാവുമോ എന്നുള്ള രീതിയിലേക്ക് അവർ ചിന്തിക്കുക. ഞാൻ മുമ്പ് പറഞ്ഞ പോലത്തെ സിംറ്റംസ് ഒക്കെ നമ്മൾ കാണുമ്പോൾ പൊതുവേ നമ്മുടെ നാട്ടിലെല്ലാവരും പറയുക, വീട്ടുകാരൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, അവൾ ചീത്തയാണ് അല്ലെങ്കിൽ അവന് ചീത്തയാണ്, നന്നാവൂല, പറഞ്ഞാൽ അനുസരിക്കൂല, ഇത്ര പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല, കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ട് വരെ അതിൽ നിന്ന് മാറാൻ തയ്യാറല്ല എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തലുണ്ടാവും. ചിലർ ഭയങ്കര അടി കാര്യങ്ങൾ, ഭയങ്കര ചീത്ത പറയുക, ഉപദേശിക്കുക, ഇതൊക്കെ ഉണ്ടായിട്ട് പോലും മാറ്റങ്ങളില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക ഇതൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്. അതേപോലെ BPDൻ്റെ ഈ സിംറ്റംസ് ഉണ്ടല്ലോ നമ്മൾ മുമ്പ് പറഞ്ഞു, അത് എല്ലാവരിലും ഉണ്ടാവില്ല. അതിന് ചിലതൊക്കെ ചിലരിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് എക്സാക്റ്റായിട്ട് BPD ആണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതിന് സൈക്കോളജിക്കൽ അസസ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ ചെയ്ത് അതിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം കിട്ടും. പിന്നെ ഒരു കാര്യം നമ്മളെ നാട്ടുനടപ്പ് അനുസരിച്ചിട്ട് പറയുന്നതാണ്, ഇങ്ങനെ ഈ പെൺകുട്ടികളിലൊക്കെ ഇതേപോലെ ഒരുപാട് റിലേഷൻഷിപ്സ്, ഇങ്ങനെ ഷോപ്പിങ്ങിന് ഭയങ്കര ക്രേസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെ നാട്ടിൽ പറയുന്ന കാര്യമാണ് ഒക്കെ കല്യാണം കഴിഞ്ഞാൽ ശരിയായിക്കോളും, വേറെ വീട്ടിൽ പോകുമ്പോൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പഠിച്ചോളും എന്നുള്ള രീതിയിൽ. ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആൾക്കാർ ഒരു കല്യാണം കഴിഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, അവർ വേറെ റിലേഷൻഷിപ്പിലേക്ക് പോയിട്ട് ഒരു പെർമനൻറ്റ് റിലേഷൻഷിപ്പിലേക്ക് പോയിട്ട് പോലും കാര്യമില്ല. അവരിതിൽ നിന്നൊക്കെ മാറാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഒരു കല്യാണമൊക്കെ കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ചികിത്സാ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. ഇന്ന് കുട്ടികളിലും മുതിർന്നവരും മാനസിക സംഘർഷങ്ങൾ കൂടി വരികയും അതേപോലെ വൈകല്യങ്ങളും കൂടി വരുന്ന സമയമാണ്. അപ്പോൾ ഇതിനൊക്കെ ചികിത്സ ആവശ്യമാണ്. ഇപ്പോൾ നമ്മൾ BPD ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എടുത്തു കഴിഞ്ഞാൽ അത് കൗൺസിലിങ്ങിലൂടെയും, ഇപ്പോൾ അതിൻ്റെ സിംറ്റംസ് ആയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആത്മഹത്യാ പ്രവണത, ദേഷ്യം, സങ്കടം, ഇതൊക്കെ കൂടുതലാണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് മരുന്നിൻ്റെ ആവശ്യം കൂടെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ചികിത്സ പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. മാത്രമല്ല നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഒറ്റ സിറ്റിങ്ങിൽ വന്നിട്ട് ഒരു മാജിക് ഉണ്ടാക്കുന്ന കാര്യമല്ല. പ്രത്യേകിച്ച് പേഴ്സണാലിറ്റി ഡിസോർഡർ ആകുമ്പോൾ കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. അതിനുള്ള ക്ഷമ എല്ലാവരും കാണിക്കുക. അപ്പോൾ എന്തെന്നൊക്കെ പറഞ്ഞാലും ഈ കൂടെ ഇരുന്ന് ഇവന്റെ കൂടെ കിടന്നുറങ്ങിയിട്ട് അടുത്ത ദിവസം മറ്റവന്റെ കൂടെ ബാഗും എടുത്തുകൊണ്ട് വെള്ളപ്പൊക്കത്തിൽ ഓടിപ്പോകുന്നവർക്ക് ചളുക്കോ പുളുക്കോ എന്ന് ഓടിപ്പോയ കാര്യത്തെ ഒരിക്കലും ന്യായീകരിക്കാനായിട്ട് കഴിയത്തില്ല. അത് എന്തെന്നൊക്കെ പറഞ്ഞാലും അതിലൊരു മാന്യത കീപ്പ് ചെയ്തിരുന്നുവെങ്കിൽ പല വ്യക്തികളും സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്നേനും. ഈവൻ നിന്റെ ഭാഗത്ത് സത്യങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പറയുന്ന എൻ്റെ വാക്കിനും കുറച്ച് കട്ടികൾ കുറഞ്ഞേനും. നിന്നെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെടുത്ത് വെച്ച് സപ്പോർട്ട് ചെയ്ത് തന്നെ സംസാരിച്ചേനും. അല്ലാത്ത പക്ഷത്തോളം ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു പോർഷനിൽ നിന്റെ ഒരു വിസമ്മതം നമ്മളുടെ മുന്നിൽ പ്രകടമാകുന്ന രീതിയിൽ എവിടെയെങ്കിലും ഉണ്ടായിരിക്കണമായിരുന്നു തുടങ്ങിയ ഒരു കാര്യങ്ങളും ഇല്ല. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും
അക്സെപ്റ്റ് ചെയ്ത് മുന്നിലേക്ക് ഇത് സത്യമാണ്, നീ ചെയ്തത് ശരിയാണ് എന്ന് പറഞ്ഞൊന്നും മുന്നിലേക്ക് വരാനായിട്ട് കഴിയത്തില്ല. ഇനി മറ്റാർക്കെങ്കിലും വരുമായിരിക്കും, പക്ഷേ എന്നെ കൊണ്ട് കഴിയത്തില്ല. അപ്പം ശരി.